നമ്മൾ ഇന്ന് കഴിക്കുന്ന പിസ്സ സത്യത്തിൽ ദരിദ്രരുടെ ഭക്ഷണമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ കഥയാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായി കാണുക, അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലുള്ളവർക്ക് തക്കാളി കഴിക്കാൻ പേടിയായിരുന്നു. അതിൻ്റെ ചുവപ്പ് നിറം കണ്ടിട്ട് അത് വിഷമാണെന്നാണ് അവർ കരുതിയിരുന്നത്. കാരണം പണക്കാരായ ആളുകൾ തക്കാളി കഴിച്ചപ്പോൾ അവർക്ക് അസുഖം വരാൻ തുടങ്ങി. സത്യത്തിൽ പ്രശ്നം തക്കാളിയുടേതായിരുന്നില്ല. അവർ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച ഈയത്തിൻ്റെ അഥവാ ലെഡിൻ്റെ പ്ലേറ്റുകളിലായിരുന്നു. തക്കാളിയിലെ ആസിഡ് ഈ പ്ലേറ്റുമായി കലരുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനാണ് അവരെ രോഗികളാക്കിയത്. പക്ഷെ പഴി മുഴുവൻ പാവം തക്കാളിക്കും. പണക്കാർ പേടിച്ച് തക്കാളി ഒഴിവാക്കിയപ്പോൾ ഇറ്റലിയിലുള്ള ദരിദ്രർക്ക് വേറെ വഴിയില്ലായിരുന്നു. കാരണം കയ്യിലുള്ള തക്കാളി കളയാൻ അവർക്കാവില്ലല്ലോ. അവർ പരന്ന റൊട്ടിയിൽ തക്കാളി പൾപ്പും വെളുത്തുള്ളി ഒലീവും ഒക്കെ ചേർത്ത് ബേക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇതിനെയാണ് അവർ പിസ എന്ന് വിളിച്ചിരുന്നത്. അന്ന് പണക്കാർ ഇത് കണ്ട് അവരെ കളിയാക്കി. 1889-ൽ കാര്യങ്ങൾ ആകെ മാറി. ഇറ്റലിയിലെ മാർഗരീറ്റ റാണി നേപ്പിൾസ് സന്ദർശിച്ചപ്പോൾ റാഫേൽ എസ്പോസിറ്റോ എന്ന ബേക്കർ ഒരു വെറൈറ്റി പരീക്ഷിച്ചു. അദ്ദേഹം പിസയെ ഇറ്റലിയുടെ പതാകയുടെ നിറത്തിലാക്കി. ചുവപ്പിന് തക്കാളിയും വെള്ളയ്ക്ക് ചീസും പച്ചയ്ക്ക് ബേസിലും. റാണിക്കിത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെയാണ് ലോകപ്രശസ്തമായ പിസ മാർഗരീറ്റ ഉണ്ടായത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലിയിലെത്തിയ അമേരിക്കൻ സൈനികർ വഴിയാണ് പിസ്സ ലോകമെമ്പാടും എത്തിയത്. യുദ്ധം കഴിഞ്ഞ് നാട്ടിലെത്തിയ അവർക്ക് പിസ്സയുടെ രുചി മറക്കാൻ പറ്റിയില്ല. അങ്ങനെ അമേരിക്കയിൽ പിസ്സ ഷോപ്പുകൾ തുടങ്ങി. അത് പതുക്കെ ലോകം മുഴുവൻ പടർന്നു. ഇതാണ് ദരിദ്രർ ഉണ്ടാക്കിയ നമ്മൾ ഇന്ന് കഴിക്കുന്ന പിസ്സയുടെ ചരിത്രം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ നമ്മുടെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.